ഹായ് എവരിബഡി, വെൽക്കം ടു എയ്സ് ആപ്പ്. എയ്സ് ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈസെൽഫ് സുനിത ജിജിത്ത്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ വാർത്ത എത്തിക്കഴിഞ്ഞു. CSEB നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് CSEB നോട്ടിഫിക്കേഷനിലെ ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 25/11/2024 വന്ന CSEBയുടെ ഏറ്റവും പുതിയ വിജ്ഞാപന പ്രകാരം ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് തീയതി 10/1/2025, ജാനുവരി 10, 2025. ഇതിനോടകം തന്നെ എക്സാം ഡേറ്റും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2025 ഫെബ്രുവരി 15 ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള എക്സാം നടക്കുന്നത്. ഇതുവരെ പരിശീലനം ആരംഭിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷാ പരിശീലനം ആരംഭിക്കേണ്ടതാണ്. പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞവർ അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുകയും വേണം. അപ്പോൾ ഈ തവണത്തെ നോട്ടിഫിക്കേഷനിലെ ചില പ്രധാന കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത്തവണ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതുവരെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിയമന രീതി വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR ടെസ്റ്റിൻ്റെയും അതത് ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളും ബാങ്കുകളും നടത്തുന്ന അഭിമുഖത്തിൻ്റെയും ബേസിസിലാണ് എന്ത് നടത്തുന്നത്, അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ OMR എക്സാം എന്ന് പറയുന്നത് 80 മാർക്കിനാണ്. 160 ക്വസ്റ്റ്യൻസ്, 80 മാർക്ക്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 1/2 മാർക്ക് വീതം. അങ്ങനെ OMR പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR ടെസ്റ്റിൽ നിങ്ങൾ സ്കോർ ചെയ്യണം. അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖം ഉണ്ടായിരിക്കുന്നതാണ്. ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളും ബാങ്കുകളോ നടത്തുന്ന അഭിമുഖം ഉണ്ടായിരിക്കും. ഈ ഇൻ്റർവ്യൂവിൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ്. ഈ 15 മാർക്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കും. ബാക്കി 12 മാർക്ക് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പ്രകടനത്തിന് അനുസരിച്ചാണ്. ഈ CSEB എക്സാമിൻ്റെ മെയിൻ പോയിൻ്റ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ കംഫർട്ടായിട്ട് ആൻസേഴ്സ് ചെയ്യാവുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാം. നെഗറ്റീവ് മാർക്ക് എന്നുള്ള ഒരു പേടി സ്വപ്നം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ CSEB എക്സാമിൻ്റെ വളരെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അട്രാക്റ്റീവ് പോയിൻ്റ് എന്നുള്ളത് ഈ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ മികച്ച രീതിയിൽ എന്ത് ചെയ്യണം, പരിശീലനം നടത്തേണ്ടതാണ്. ഇനി ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 13/2024. വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും ഏതെല്ലാം ബാങ്കുകളിൽ ഒഴിവുകളുണ്ട് എന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വിജ്ഞാപനത്തിൽ കിട്ടുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനിലുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും അത് വായിച്ചു നോക്കി ക്ലിയർ ചെയ്യേണ്ടതാണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം CSEB ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി 18 to 40 വയസ്സ് വരെയാണ്. മറ്റുള്ള റിസർവേഷൻ കാറ്റഗറീസിന് അതിൻ്റേതായ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിലെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ടതാണ്. ഈ ചില ഡേറ്റുകൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഡേറ്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 10. ആൻഡ് ഓൾസോ ഈ എക്സാം നടക്കുന്ന ഡേറ്റ് ഫെബ്രുവരി 15, 2025 ഫെബ്രുവരി 15. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പരിശീലനം ആരംഭിക്കുക. എയ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എയ്സ് ആപ്പിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ 10 days ക്രാഷ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു.